നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഇന്ന് കേന്ദ്ര ബജറ്റാണ്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കേന്ദ്ര ബജറ്റ് അവതരണമാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്താൻ പോകുന്നത്. രാവിലെ 11 മണിക്കായിരിക്കും ഈ ബജറ്റ് അവതരണം ആരംഭിക്കുക. 17ാം ലോക്സഭയുടെ രണ്ടാം ബജറ്റ് അവതരണം അതൊരു ഇടക്കാല ബജറ്റ് മാത്രമായിരിക്കും. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന തരത്തിൽ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ബജറ്റ് ഏത് തരത്തിലായിരിക്കും വരാൻ പോകുന്നത്, അതിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാകാൻ പോകും എന്നുള്ള സമഗ്രമായ ഒരു കവറേജിലേക്ക് നമ്മൾ 8 മണിയോടുകൂടി തന്നെ കടക്കുന്നതായിരിക്കും. ബജറ്റിന് മുന്നോടിയായ ഒരു പ്രീ ബജറ്റ് ഷോ ന്യൂസ് 18 കേരളത്തിൽ ഉണ്ടാകും. ബജറ്റിന് ശേഷം അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ, അത് സാധാരണക്കാരെ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത്, ഏതൊക്കെ വസ്തുക്കളുടെ എങ്ങനെയൊക്കെ വില കൂടുന്നു കുറയുന്നു എന്നതടക്കമുള്ളതിൻ്റെ ഒരു സമഗ്രമായ വിശകലനം അത് ഏറ്റവും വിദഗ്ധരായ പാനൽ തന്നെ അവതരിപ്പിക്കുന്നതായിരിക്കും. ബജറ്റിന് ശേഷം ഒരു പോസ്റ്റ് ബജറ്റ് ഷോയും ഉണ്ടായിരിക്കും. അത്തരത്തിൽ സമഗ്രമായ ഒരു കവറേജിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഈ പ്രഭാത കേരളത്തിൽ നമ്മൾ ഈ ദിവസത്തിലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിച്ച് പോവുകയാണ്. അതോടൊപ്പം ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും നമ്മൾ പ്രഭാത കേരളത്തിൽ പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ദേശീയ തലത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാർഖണ്ഡിലെ സ്ഥിതിഗതികൾ, അവിടെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ED. അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ചെമ്പൈ സോറൻ അധികാരമേൽക്കും. സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സമ്മേളനം നടക്കുകയാണ്, നിയമസഭ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായി നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ട്. ബജറ്റിലേക്ക് ഉറ്റുനോക്കി. രാജ്യം ബജറ്റ് അവതരണത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ഇടക്കാല ബജറ്റാകും അവതരിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കും. 11 മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. ഇതിനു മുന്നോടിയായി ധനമന്ത്രാലയത്തിൽ എത്തുന്ന ധനമന്ത്രി സഹമന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതിയെ കാണും. തുടർന്നാണ് ബജറ്റ് അവതരിപ്പിക്കാനായി പാർലമെന്റിലെത്തുക. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ ബജറ്റ് അവതരണമാണെന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും നാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. ഈ ഒരു ഇടക്കാല ബജറ്റ് എന്നുള്ള നിലയിൽ മാത്രമാണ് കാണേണ്ടത് എന്ന് ധനമന്ത്രി പറയുമ്പോഴും നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എന്തൊക്കെ പ്രതീക്ഷിക്കണം മിഥുൻ? ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇടക്കാല ബജറ്റായി നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഏവർക്കുമുള്ളത്. 2019 നമുക്കറിയാം 2 വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആദായ നികുതി റിബേറ്റും ഒപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയും മാത്രമായിരുന്നു അന്ന് പ്രധാനമായും വലിയ രീതിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടൊക്കെ രാജ്യത്ത് ജനങ്ങൾ വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അത് മറികടക്കുന്നതിന് വേണ്ടി ഇത് വലിയ രീതിയിൽ
BJP നേട്ടം കൊയ്യാൻ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ സാധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നത്തെ ബജറ്റിൽ എന്തൊക്കെയാണ് നിർമ്മല സീതാരാമൻ കരുതി വെച്ചിരിക്കുന്നതെന്നാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ 11 മണിയോടുകൂടിയാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. ക്ഷേമ ചെലവുകൾ വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ ഈ 2025-26 സാമ്പത്തിക വർഷത്തോടെ ധനകമ്മി GDP-യുടെ ഏകദേശം 4.5% കുറയ്ക്കാനും സർക്കാർ നടപടിയെടുത്തേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ നികുതി കുറയ്ക്കുന്നതിനും കൃഷിക്കും ഗ്രാമീണ മേഖലയ്ക്കും പിന്തുണ നൽകുന്നതിനുമുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം കർഷകർക്ക് നമുക്കറിയാം, കർഷക സമരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. സർക്കാർ ഈ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് നമ്മൾ പിന്നീട് കാണുകയും ചെയ്തതാണ്. അത്തരത്തിലുള്ളൊരു കർഷകർക്ക് കൂടി ഊന്നൽ നൽകുന്ന തരത്തിലുള്ളൊരു വലിയ പ്രഖ്യാപനങ്ങൾ ഈ കാർഷിക മേഖല സംബന്ധിച്ചുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതികൂല കാലാവസ്ഥ, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം, പണപ്പെരുപ്പം എന്നിവ മറികടക്കുന്നതിന് നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നോക്കുമ്പോൾ ഡിജിറ്റലൈസ്ഡ് ഇന്ത്യ, ഗ്രീൻ ഹൈഡ്രജൻ, ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ നിരത്തിലിറങ്ങുന്നതിന് വേണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ബ്രോഡ്ബാൻഡ് എന്നിവയെ കൂടെ ഈ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കൂടാതെ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഈ ഭക്ഷ്യവളം സബ്സിഡിക്കായി ഏകദേശം 4 ട്രില്യൺ രൂപ അനുവദിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങളാണ് കാത്തു നിൽക്കുന്നത്. കൂടാതെ ഈ 2024-25 ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി ഏകദേശം 2 ലക്ഷം കോടി രൂപ വകയിരുത്തിയേക്കുമെന്നുള്ളൊരു സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. കൂടാതെ ഈ നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ച 1.44 ലക്ഷം കോടി രൂപയേക്കാൾ 39% കൂടുതലാണ് ഇത്തവണ ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാന പദ്ധതികൾ ഒന്നായിട്ടുള്ള ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മതി നിധി പ്രകാരം വിതരണം ചെയ്യുന്ന തുക അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ ഈ പദ്ധതി പ്രകാരം ഏകദേശം 6000 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നതെങ്കിൽ ഈ തുക 6000-ൽ നിന്ന് 9000 രൂപയായി ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ധനമന്ത്രിയുടെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറിയാം മിഥുൻ, ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷകരെ സഹായിക്കുന്ന പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതായത് ഈ കർഷകർക്കൊപ്പം തന്നെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം ഈ വിലക്കയറ്റമാണ്. ഈ തക്കാളിക്കടക്കം അതേപോലെ നമ്മൾ ദിവസേന നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വില കുതിച്ചുയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ ഒരു വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ അത് ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണമോ? അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ചെറുകിട വ്യാപാരികൾക്കും ഒപ്പം തന്നെ ഗുണഭോക്താക്കൾക്കും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമെന്ന് നമുക്ക് കരുതേണ്ടതായിട്ടില്ല എന്തായാലും. പക്ഷേ നമുക്കറിയാം 2019 നമ്മൾ അതായത് മുൻകാല ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാത്ത ഒരു പതിവുണ്ടാകില്ല. പക്ഷേ പീയൂഷ് ഗോയൽ ധനമന്ത്രിയായിരുന്ന കാലത്ത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചരിത്രം മാറ്റിക്കുറിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് ധനമന്ത്രി ഇന്ന് കടന്നേക്കാമെന്നുള്ള സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതായത് ഈ ഒരു അടുത്ത സർക്കാർ അധികാരമേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമം മാത്രമായിരിക്കും ഇന്നത്തെ ഒരു ബജറ്റ് എന്നാണ് ധനമന്ത്രി പറഞ്ഞതെങ്കിൽ പോലും തന്നെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മൂലധന നേട്ട നികുതി ലളിതമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. പക്ഷേ അതിൽ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നിട്ടില്ലായിരുന്നു. അതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ദീർഘകാലം മൂലധനാസ്തിയായി കണക്കാക്കുന്നതിന് ഈ മ്യൂച്വൽ ഫണ്ടും യൂണിറ്റുകളും ഒരു ഏകീകൃത സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാലയളവ് സർക്കാരിനെ പരിഗണിക്കാമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. രണ്ടാമത്തെ കാര്യം മൂലധന നേട്ട നികുതി നിരക്ക് 10% ഹ്രസ്വകാല മൂലധന നേട്ട നികുതി അത് 15% അത്തരത്തിൽ നിജപ്പെടുത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. കൂടാതെ നികുതി നിരക്കുകളും അത് ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു കാലങ്ങളിൽ തമ്മിൽ പൊരുത്തപ്പെടണമെങ്കിൽ ഈ ആസ്തികളുടെ വിൽപ്പനയിൽ ദീർഘകാല മൂലധന നേട്ടത്തിന് ഈ ഒരു ആനുകൂല്യം വർദ്ധിപ്പിക്കാനാകുമെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ന് ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നികുതി ലളിതമാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് ഈ
TDS ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട്, അതായത് കൂടുതൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് ഇന്ത്യ പോകുമെന്ന് നമ്മൾ കാണുകയും സമീപകാലത്തൊക്കെ അത് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് റീഫണ്ടുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ കേന്ദ്രീകൃത പ്രോസസ്സിംഗ് സെൻറ്റർ വഴിയാണ് ഇത് ചെയ്യുന്നത്. അത് മറ്റൊരു ഓപ്ഷനിലേക്ക് വരാനും, അതായത് റീഫണ്ട് ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടേറിയ പ്രക്രിയയെ മാറുന്നതിന് വേണ്ടി ലളിതമാക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. കൂടാതെ വീട് വാങ്ങുന്നവരുടെ നികുതി ഭാരം കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം സർക്കാരിന് മുമ്പിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പരിധി കുറഞ്ഞത് 3 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ കിഴിവ് വീട് വാങ്ങുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുമെന്നാണ്. അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ഒരു ഇളവ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഉള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പ്രവാസി രംഗത്തേക്ക്, പ്രവാസി ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് വലിയ മുന്നേറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ട് എന്ന് പ്രവാസി ലോകവും വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ITR ഫയലിംഗ് ആണ്. ഈ ITR ഫയലിംഗിലെ സങ്കീർണതകൾ കാരണം പ്രവാസികൾക്ക് റിട്ടേൺ ഫയൽ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് വൈകിക്കുകയോ ചെയ്യാമെന്നുള്ളതാണ്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുമോ എന്നും നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി മേഖലകളിൽ, പ്രധാനമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ ബജറ്റിലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിലക്കയറ്റം തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്നും നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിഥുൻ, ഈ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ബജറ്റ് ആയിരിക്കും ഇത് എന്നുകൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു, അതായത് ഒരു നാരി ശക്തി ഉത്സവം തന്നെയാണ് ഇത്. ഈ ബജറ്റ് സമ്മേളനത്തെ അദ്ദേഹം അത്തരത്തിൽ തന്നെയാണ് വിശേഷിപ്പിച്ചതും. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായി ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതില്ലേ? അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട്, അത് ഈ മോദി സർക്കാരിന്റെ കാലം തൊട്ട് ഇതൊരു പൊതു ബജറ്റിലേക്ക് എത്തുമ്പോൾ അഭിമാന പദ്ധതി എന്നുള്ള തരത്തിൽ തന്നെയാണ് പല പ്രഖ്യാപനങ്ങളും നടത്താറുള്ളത്. അപ്പോൾ ഈ വന്ദേ ഭാരത് നമോ എക്സ്പ്രസ് അടക്കമുള്ള പദ്ധതികളിൽ കൂടുതൽ മാറ്റങ്ങൾ, പുതിയ പരിഗണനകൾ അതെങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയാണുള്ളത്. ഒപ്പം നമ്മളെ സംബന്ധിച്ച് കേരളത്തിന് എന്ത് ലഭിക്കും എന്നുള്ള ആകാംക്ഷ കൂടി ഉണ്ടല്ലോ. കേരളം എന്ത് പ്രതീക്ഷിക്കണം അതുകൂടി. ആര്യ, അതിൽ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനം കേരളത്തിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും കേരളത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരം അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ അവരുടെ ഒരു ഏക കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ്. അവിടെ വിജയിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എത്തി അവിടെ വലിയ പ്രചരണങ്ങൾ നടത്തുന്ന നമ്മുടെ സമീപകാലത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കേരളത്തിൽ കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഏറെക്കാലമായി എയിംസ് അനുവദിക്കുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ കാലാകാലങ്ങളായി അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കേരളത്തിൽ നിന്ന് അന്യം നിന്ന് നിൽക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ്, അതായത് ആരോഗ്യ രംഗത്ത് നിന്നാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാർഷിക മേഖലയിലേക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തേക്കാണോ കൂടുതൽ ഊന്നൽ നൽകുന്ന ബജറ്റ് കേരളത്തിന് അനുകൂലമാകുന്ന തരത്തിലുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് കൂടിയാണിത്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും നമുക്ക് കണ്ടറിയാം. എന്തായാലും നമുക്കറിയാം, നേരത്തെ ചില ഗോസിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മത്സരിക്കുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നു, അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കേന്ദ്രീകരിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ള ഒരു ആകാംക്ഷ എന്തായാലും ഉണ്ട്. ആ രീതിയിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട്, നാരീശക്തിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കും. അതായത് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഈ നേരത്തെ നമുക്കറിയാം വലിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബജറ്റിലും കൂടുതൽ തുക നീക്കിയിരിക്കുന്നത് കണ്ടെയാണ്. അത് ഇത്തവണ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് നീക്കിയിരുത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അത് എത്രത്തോളം ഈ ഒരു ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് നമുക്കിനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ സർവ്വമേഖലകളും കവർ ചെയ്ത് ഉള്ള ഒരു ഇടക്കാല ബജറ്റിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 11 മണിയോടുകൂടി ബജറ്റ് അവതരണം ആരംഭിക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പെട്ടിയിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും നമുക്കറിയാം, സമീപകാലത്തൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ എതിർപ്പുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നില്ല. നമുക്കറിയാം, അയോധ്യ അടക്കമുള്ള വിഷയങ്ങളിൽ അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കിയ ശേഷം വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്.
കൂടാതെ പ്രതിപക്ഷത്തിന്റെ 2019 ആ ഒരു അവസാന ബജറ്റിലേക്ക് കടക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ സർക്കാരിന് പ്രതിരോധത്തിലാകുന്ന തരത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇന്ത്യ മുന്നണി അടക്കമുള്ളവ ഒരു സഖ്യ രൂപീകരണം ഉണ്ടായതിനു ശേഷം നടക്കുന്ന ഏറ്റവും അവസാനത്തെ ബജറ്റ് കൂടിയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ തന്നെ തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ വെല്ലുവിളി ആയില്ല ധനമന്ത്രിക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഈസി ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ ബജറ്റ് അവതരണം പോകാമെന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സർവ്വ മേഖലയിലും ഊന്നൽ നൽകിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സുപ്രധാന പ്രഖ്യാപനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണമാണ്. അതിനാൽ തന്നെ വാരിക്കോരിയുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇടക്കാല ബജറ്റാണ്, അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സാധാരണക്കാരെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അത് ഏത് തരത്തിലാണ് ഉണ്ടാവാൻ പോകുന്നത്? ആദായ നികുതി ഇളവടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? അത് അത്തരത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം നമുക്കറിയാം ഇടക്കാല ബജറ്റാണ്, അതിൽ എല്ലാ മേഖലയിലും അവർ ഊന്നൽ നൽകുമെങ്കിൽ പോലും തന്നെ ആദായ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രാധാന്യം അതിൽ നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്തായാലും ധനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ കാണാനുള്ള സാധ്യതയില്ല. പക്ഷേ മുൻകാലങ്ങളിൽ വലിയ സർപ്രൈസ് ആയിട്ട് രീതിയിൽ മുൻകാലങ്ങളിലും ബജറ്റ് ിന് മുമ്പ് തന്നെ ധനമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്തവണ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല, സാധാരണ രീതിയിലൊരു ബജറ്റ് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് പ്രത്യേകത എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതല്ലാതെ ഒഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമെന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടറിയാം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് കേരളത്തിന്റെ കാര്യം. കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ള വലിയ ലക്ഷ്യമുണ്ട്. അതിനായുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ ആകർഷിക്കാൻ തക്ക വിധത്തിലുള്ള എന്ത് പ്രഖ്യാപനം അതാണ് നമ്മൾ കൂടുതലായും പ്രതീക്ഷിക്കേണ്ടത്? ആര്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ ഒരു സീറ്റ് നേടുക എന്ന വലിയൊരു സ്വപ്നം BJPക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരും ഒപ്പം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താനും അല്ലെങ്കിൽ റോഡ് ഷോ അടക്കം പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള വലിയൊരു പ്രചരണത്തിന് നേരത്തെ തന്നെ BJP തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വലിയ പ്രഖ്യാപനങ്ങൾ, അതായത് കേരളത്തിലേക്ക് സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നമുക്കറിയാം. കഴിഞ്ഞ തവണ രണ്ടാമത്തെ വിസിറ്റിനായി നരേന്ദ്രമോദി കേരളത്തിലെത്തിയതിനു ശേഷം ഏകദേശം 4000-ലധികം കോടി രൂപയുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടുന്ന് മടങ്ങുകയും ചെയ്തത്. അത്തരത്തിൽ ബജറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ധനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മത്സരത്തിന് എത്തുമെന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏത് മേഖലകളിലേക്കാണ് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാകുമോ? ഒപ്പം തന്നെ നമുക്കറിയാം സമീപകാലത്ത് ഈ ക്രിസ്ത്യൻ സഭകളൊക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, റബ്ബറിന്റെ അടിസ്ഥാന വില നിജപ്പെടുത്തുക, അതായത് താങ്ങുവില നിജപ്പെടുത്തുക എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച ജോസഫ് പാംപ്ലാനി അടക്കമുള്ള സഭാ മേലധ്യക്ഷന്മാരൊക്കെ തന്നെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നാൽ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ BJPക്കൊപ്പം നിൽക്കാമെന്നുള്ളൊരു വാഗ്ദാനം അവർ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ച് കാർഷിക മേഖലയിലും കർഷകർക്ക് അനുകൂലമാകുകയും ഒപ്പം തന്നെ സാധാരണക്കാർക്ക് ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളിലേക്ക് ധനമന്ത്രി കടക്കും എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും നമ്മൾ നോക്കി വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആകാംക്ഷയോടെ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാർഷിക മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തവണ 1.49 ലക്ഷം കോടി രൂപയായിരുന്നു അനുവദിച്ചെങ്കിൽ ഇത്തവണ അതിൻ്റെ 39% തുക കൂടുതൽ ഉയർത്തി കൂടുതൽ ആ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ കാത്തു തന്നെയാണ് എല്ലാ സംസ്ഥാനവും ഉള്ളത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ഒരു ഇടക്കാല ബജറ്റിൽ ശ്രദ്ധ ഊന്നി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മിഥുൻ, ഒരു കാര്യം കൂടി, അതായത് ഈ അടിസ്ഥാന സൗകര്യ വികസനം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണല്ലോ. ആ മേഖലയിലുള്ള പ്രതീക്ഷകൾ അതെങ്ങനെയാണ്? എന്തെങ്കിലും സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ടോ?
മിഥുൻ കേൾക്കുന്നുണ്ടോ? ശരി, എം ജി മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണം ഇന്ന് 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിർവഹിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമാകും ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. എന്തായാലും ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുമ്പോൾ, കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയോടെ വടക്കൻ കേരളം. റെയിൽവേ വികസനത്തിന്റെ നാഴികക്കല്ലായി മാറുന്ന കാഞ്ഞങ്ങാട് കാണിയൂർ പാത യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ബംഗളൂരു യാത്രയ്ക്ക് ദൂരവും ചെലവും കുറയ്ക്കുന്ന പദ്ധതി കാലങ്ങളായിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ്. മുൻ വർഷങ്ങളിൽ റെയിൽവേ ബജറ്റിൽ കാഞ്ഞങ്ങാട് കാണിയൂർ പാതയ്ക്കായി പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ നടപ്പായില്ല. പാത യാഥാർത്ഥ്യമായാൽ അജാനൂർ, പുല്ലൂർ, പെരിയ, കോടാം, ബേളൂർ, കള്ളാർ, പനത്തടി പഞ്ചായത്തുകളിലെയും കാസർഗോഡ് ജില്ലയിലെയും റെയിൽവേ വികസനത്തിന് വൻ നേട്ടമുണ്ടാകും. 6 മണിക്കൂർ കൊണ്ട് കാഞ്ഞങ്ങാട് നിന്ന് ബംഗളൂരിലെത്താൻ കഴിയുന്ന രീതിയിലാണ് പാതയുടെ അലൈൻമെന്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരും അതേപോലെ തന്നെ മദിരാശിയിലേക്കും പോകണമെങ്കിൽ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിലെത്താവുന്ന ഒരു പാതയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പോലും സുള്യ നിവാസിയായി ഉണ്ടാകുമ്പോൾ അത് ചെയ്യാൻ സാധിക്കാത്തത് ഖേദകരമാണ്. റെയിൽവേ സംഘം പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ 5 തവണ സർവേ നടത്തി. പാത യാഥാർത്ഥ്യമാകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പാതയ്ക്ക് തലശ്ശേരി മൈസൂർ പാതയേക്കാൾ നിർമ്മാണ ചെലവ് 1/3 കുറവ്. സർവേ റിപ്പോർട്ടിൽ പാത അനുയോജ്യവും ലാഭകരവുമാണെന്നാണ് പഠനം. റെയിൽപാതയ്ക്കാകെ 1300 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കാഞ്ഞങ്ങാട് മുതൽ കാണിയൂർ വരെയുള്ള 90.5 കിലോമീറ്റർ പാതയ്ക്ക് 650 കോടി രൂപ കേന്ദ്ര സർക്കാരും ബാക്കി 650 കോടിയിൽ കേരള, കർണാടക സർക്കാരുകൾ 325 കോടി രൂപ വീതം മുടക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന 40 കിലോമീറ്റർ ദൂരം സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുക സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. ബാക്കി 50.5 കിലോമീറ്റർ കർണാടകയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കർണാടക ഇക്കാര്യത്തിൽ താൽപര്യം കാണിക്കുന്നില്ല. പാതയ്ക്ക് കേരള പിന്തുണ നൽകിയെങ്കിലും കർണാടക ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ന്യൂസ് 18 കാസർഗോഡ്. റബ്ബർ വില നിശ്ചയിക്കുന്നതിൽ അപാകത ഉണ്ട് എന്നാരോപിച്ച് കർഷകർ രംഗത്ത്. വിപണി വിലയും കർഷകർക്കുള്ള വിലയും തമ്മിലുള്ള അന്തരമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ടയർ കമ്പനികൾക്ക് വേണ്ടിയാണ് റബ്ബർ ബോർഡിന്റെ നടപടിയെന്നാണ് ആരോപണം. റബ്ബർ ബോർഡ് 160 രൂപ നിശ്ചയിക്കുന്ന ദിവസം വ്യാപാരിയിൽ നിന്ന് കമ്പനികൾ വാങ്ങുന്നത് 166 രൂപയ്ക്ക്. കർഷകർക്ക് റബ്ബർ ബോർഡ് നിശ്ചയിച്ചതിനേക്കാൾ 5 രൂപ കുറച്ചാണ് കിട്ടുക. അതായത് 10 രൂപയോളം ആകെ വ്യത്യാസം. റബ്ബർ ബോർഡിന്റെ വില നിർണയത്തിലെ അപാകതയാണിതെന്ന് കർഷകർ ആരോപിക്കുന്നു. 164 രൂപയിൽ താഴെ ഒരു വിലയാണ് റബ്ബർ ബോർഡ് ഇപ്പോഴും പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ഇവിടുത്തെ സാധാരണ കർഷകർക്ക് ഉയർന്ന വില ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇല്ലാതാക്കുന്നത്. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് യാതൊരുവിധ ആനുകൂല്യവും നൽകാതെ കേരളത്തിന്റെ റബ്ബർ മേഖലയെ പുറകോട്ടടിക്കുന്ന റബ്ബർ ബോർഡ് ഇപ്പോൾ ഇവിടുത്തെ ടയർ കമ്പനികൾക്ക് വേണ്ടി വീണ്ടും റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിലയിലെ മാറ്റത്തിനനുസരിച്ച് റബ്ബർ ബോർഡ് വില നിശ്ചയിക്കുന്നില്ല എന്നും ആരോപണമുണ്ട്. എല്ലാം ടയർ കമ്പനികൾക്ക് വേണ്ടിയാണെന്നാണ് ആരോപണം. ഇത് വളരെ ആസൂത്രിതമാണ്. ഇവിടുത്തെ വൻകിട ടയർ കമ്പനികൾക്ക് വേണ്ടി വിപണിയിലെ കൃത്യമായ വില നിർണ്ണയം നടത്താതെ ടയർ കമ്പനികളെ സഹായിക്കുന്ന നടപടിയാണ് റബ്ബർ ബോർഡ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വില നിശ്ചയത്തിലെ അപാകത കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും വില വർധന ഉണ്ടാകുമോ എന്നാണ് കർഷകർ ആകാംക്ഷയോടെ നോക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. പൊൻകതിർ പുട്ട് സോഫ്റ്റ് പ്രഭാത
പ്രഭാതകേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ജാർഖണ്ഡിൽ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് മഹാസഖ്യം നൽകിയ കത്തിന് ഗവർണറുടെ മറുപടി ഇന്ന്. 47 MLA-മാരുടെ പിന്തുണ ഉണ്ടെന്നാണ് മഹാസഖ്യം അവകാശപ്പെടുന്നത്. ED അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറൻ രാജിവെച്ചതിന് പിന്നാലെയാണ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. ഒത്തുതീർപ്പിനായി യാചിക്കില്ലെന്നും ഓരോ നിമിഷവും പോരാടുമെന്നും ഹേമന്ത് സോറൻ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ED ഉദ്യോഗസ്ഥർക്കൊപ്പം എത്തി ഗവർണർക്ക് മുന്നിൽ രാജിക്കത്ത് സമർപ്പിക്കുന്നു. പിന്നാലെ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി ഈ സർക്കാർ തന്നെ അധികാരത്തിൽ തുടരും എന്നുള്ള വാർത്തകളൊക്കെയും വന്നിരുന്നു. എന്തായാലും അവർ സമർപ്പിച്ച കത്തിൽ ഇന്ന് ഗവർണർ മറുപടി പറയുകയാണ്. 47 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹാസഖ്യ സർക്കാർ തന്നെ തുടരുമെന്നുള്ളതിൽ ആശങ്കയൊന്നും വേണ്ടല്ലോ, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നലെയാണ് ഹേമന്ത് സോറൻ രാജിവെച്ചത്. ED അറസ്റ്റിന് പിന്നാലെയായിരുന്നു ഹേമന്ത് സോറൻ രാജിക്കത്ത് നൽകിയത്. തുടർന്ന് മഹാസഖ്യം പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറനെ തെരഞ്ഞെടുത്തിരുന്നു. JMM-ന്റെ മുതിർന്ന നേതാവാണ് ചമ്പൈ സോറൻ. പക്ഷേ തുടർന്ന് 47 പേരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഗവർണർക്ക് നൽകിയെങ്കിലും ഈ കത്തിലൊരു തീരുമാനം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ പന്ത് ഗവർണറുടെ കോർട്ടിലാണുള്ളത്. ഒരുപക്ഷെ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും JMM നേതാക്കൾ, മഹാസഖ്യം നേതാക്കൾ വ്യക്തമാക്കുന്നത് സർക്കാരിന് മഹാസഖ്യത്തിന് ആശങ്കപ്പെടാൻ ഒന്നുമില്ല. കാരണം 47 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. JMM-ന്റെയും ഒപ്പം തന്നെ RJD-യുടെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ 47 പേരുടെ പിന്തുണയുണ്ട് എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. 81 അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലേത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 41 MLA-മാരുടെ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ 47 MLA-മാരുടെ പിന്തുണ ഉണ്ടാകുമ്പോൾ സർക്കാരിന് ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഗവർണറുടെ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നിലവിൽ ഹേമന്ത് സോറൻ ED-യുടെ കസ്റ്റഡിയിലാണുള്ളത്. അതിനിടെ ഹേമന്ത് സോറൻ്റെ ഒരു സാമൂഹ്യ മാധ്യമമായ എക്സിൽ അദ്ദേഹം ED-ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇടവേളയാണ്, മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമാണ്. ഓരോ നിമിഷവും പോരാടിയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇനി ആ പോരാട്ടം തുടരും. മാത്രവുമല്ല ഒത്തുതീർപ്പിന് വേണ്ടി ഒരു തരത്തിലും യാചിക്കില്ല എന്നാണ് ഇപ്പോൾ ഹേമന്ത് സോറൻ സാമൂഹ്യ മാധ്യമമായ എക്സിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് രാഷ്ട്രീയ നീക്കമാണ് എന്ന ആരോപണം കടുപ്പിക്കുകയാണ് JMM. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ JMM ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും ED-യുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഹേമന്ത് സോറനെതിരായ നടപടി അത് രാഷ്ട്രീയ നീക്കമാണെന്ന് ആരോപിക്കുകയാണ് ഇന്ത്യ സഖ്യവും ഒപ്പം തന്നെ JMM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ഹേമന്ത് സോറന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അത്തരമൊരു നീക്കം ഹേമന്ത് സോറന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും കുടുംബത്തിൽ നിന്നടക്കമുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പിന്നീട് പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാവായി ചമ്പൈ സോറനിലേക്ക് തീരുമാനമെത്തിയിരിക്കുന്നത്. നിലവിൽ ഹേമന്ത് സോറൻ സർക്കാരിൽ ഗതാഗത മന്ത്രിയാണ് ചമ്പൈ സോറൻ. നേരത്തെ ഹേമന്ത് സോറന്റെ ജ്യേഷ്ഠൻ ദുർഗ സോറന്റെ ഭാര്യ സീത സോറനാണ്. 3 തവണ MLA ആണ് സീത സോറനാണ് കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിനെതിരെ രംഗത്ത് വന്നത്. അതായത് നിലവിൽ MLA പോലുമല്ല കൽപ്പന, താൻ 3 തവണ MLA ആയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കമുണ്ടെങ്കിൽ അതിനെതിരെ രംഗത്ത് വരുമെന്ന് പരസ്യമായി തന്നെ സീത സോറൻ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ചമ്പൈ സോറനിലേക്ക് പാർട്ടിയുടെ തീരുമാനം എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഗവർണറുടെ തീരുമാനം കാത്തിരിക്കുകയാണ് മഹാസഖ്യം നേതാക്കൾ. അതിനുശേഷം സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. രാഗേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഗവർണറുടെ കോർട്ടിലാണ് ഉള്ളത്. ജാർഖണ്ഡിൽ ചമ്പൈ സോറനെ മുഖ്യമന്ത്രി ആക്കണമെന്നാവശ്യപ്പെട്ട് മഹാസഖ്യം നൽകിയ കത്തിന് ഗവർണറുടെ മറുപടി ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 47 MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് മഹാസഖ്യം ഉള്ളത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ കൊണ്ടുവരും. വണ്ടിപ്പെരിയാർ സംഭവത്തിന്റെയും കൊല്ലത്തെ വനിതാ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആത്മഹത്യയുടെയും പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നോട്ടീസ്. സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടുന്നത്. മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ലുകളും കേരള സംസ്ഥാന ചരക്കു സേവന നികുതി ഭേദഗതി ബില്ലും ഇന്ന് സഭ ചർച്ചയ്ക്കെടുക്കും.
അതേസമയം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി വാങ്ങിയെന്ന വിവാദത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മാസപ്പടി കേസ് അന്വേഷിക്കും. എക്സാലോജിക്കിനെതിരായ നിലവിലെ ROC അന്വേഷണം SFIOക്ക് കൈമാറി കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിറക്കി. എക്സാലോജിക്കിന്റെയും CMRLന്റെയും KSIDCയുടെയും ഇടപാടുകൾ അന്വേഷിക്കാനാണ് നീക്കം. അന്വേഷണത്തിനായി കേന്ദ്രം 6 അംഗ സംഘത്തെ നിയോഗിച്ചു. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് SFIO ഏറ്റെടുക്കുന്നത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ EDയുടെ സമൻസിനെ ചോദ്യം ചെയ്തുള്ള ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പുതിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. സമൻസ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഫെമ നിയമലംഘനം പരിശോധിക്കാൻ EDക്ക് അധികാരമില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ലാത്തി ചാർജ് എന്നാൽ കാട്ടാളത്തമാകാൻ പാടുണ്ടോ? തല, നെഞ്ച്, അരക്കെട്ട് എന്നീ ഭാഗങ്ങളിൽ അടിക്കരുതെന്ന് പോലീസിനുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുമ്പോൾ അതിന് പലപ്പോഴും കടലാസിന്റെ വില മാത്രമാണ്. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിനെ നേരിടുമ്പോൾ ലാത്തിക്ക് ഭ്രാന്ത് പിടിക്കാൻ പാടില്ല. കാണാം റിപ്പോർട്ട്. പോലീസായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ആദ്യം തന്നെ നൽകുന്ന പരിശീലനങ്ങളിൽ ഒന്നാണ് ലാത്തിയുടെ പ്രയോഗം എങ്ങനെ വേണമെന്നത്. അക്രമാസക്തമായ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് നൽകുന്ന പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം കണ്ടുനോക്കാം. അതായത് പരിശീലനത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ലാത്തിയടി തലയ്ക്ക് നേരെ നീളുന്നില്ല. ഇനി 2019 പോലീസ് ആസ്ഥാനം ലാത്തിചാർജ് സംബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലർ കാണാം. ഇതിൽ പറയുന്നുണ്ട് ലാത്തിചാർജ് എങ്ങനെ വേണമെന്നത്. തല, നെഞ്ച്, അരക്കെട്ട് എന്നീ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും അടിക്കാൻ പാടില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക മേഘ രഞ്ജിത്ത് എന്തുകൊണ്ടാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരേണ്ടി വരുന്നത്? വീശിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചിട്ട് മുഖം തിരിച്ചതാണ് എൻ്റെ തലയുടെ പുറകിലടിച്ചു. കൊല്ലുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. യൂത്ത് കോൺഗ്രസ് നേതാവായ തൊടുപുഴ സ്വദേശി സമദിന് കണ്ണിനാണ് ഗുരുതര പരിക്കേറ്റത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അടിച്ചതും തലയ്ക്കു തന്നെ. ജീവച്ഛവങ്ങളെ സൃഷ്ടിക്കുന്ന തരത്തിലാകരുത് ലാത്തിചാർജുകൾ. പ്രതിഷേധം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അക്രമത്തെ അടിച്ചമർത്താം, എന്നാൽ കൊല്ലാക്കൊലയാകരുത്. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കൊച്ചിയിൽ ഓട്ടോ ഡ്രൈവർ വീട്ടമ്മയായ യാത്രക്കാരിയോട് അപമര്യാദയായി സംസാരിച്ചുവെന്ന് പരാതി. കൊച്ചി സ്വദേശിയായ ശ്രീഗീതയാണ് പരാതിക്കാരി. ഇവരുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. MG റോഡിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് യാത്ര ചെയ്യവേ ATMൽ കയറി പണമെടുക്കാൻ ഓട്ടോ നിർത്താൻ യാത്രക്കാരി ആവശ്യപ്പെട്ടു. പണമെടുത്ത് തിരികെ വന്ന് ഓട്ടോയിൽ കയറുമ്പോൾ മറ്റാരോടോ ഫോണിൽ സംസാരിക്കായിരുന്ന ഡ്രൈവർ തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചുവെന്നാണ് ശ്രീഗീതയുടെ പരാതി. അപ്പോൾ അദ്ദേഹം ഒരു ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആരോടോ. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ഇതാ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കയറുന്നില്ല ഓട്ടോയിൽ. ആദ്യം താങ്കൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുക. എന്താ പറഞ്ഞ്? പെണ്ണെന്നോ? ഒരു സ്ത്രീ. അതാണ് മാന്യത. നിങ്ങളൊരു ഓട്ടോ ഡ്രൈവറല്ലേ? ഒരു സ്ത്രീയോട് പെരുമാറേണ്ട രീതിയില്ലേ? നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണത് എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോഴേക്കും അയാൾ ഭയങ്കരമായിട്ട് വയലൻ്റായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനെയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും ഒക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു. മാപ്പ് പറയണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ വഴങ്ങിയില്ല. ബഹളം കണ്ട ചുറ്റും കൂടി ആരും തനിക്ക് അനുകൂലമായി സംസാരിച്ചില്ലെന്നും ശ്രീഗീത പറയുന്നു. ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കൂട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ കുട്ടിയോട് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ നിങ്ങൾ പറയരുത്
എന്നല്ല പറഞ്ഞത്, പകരം എന്നെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു തവണ ഞാൻ ഇങ്ങനെ സൈലൻ്റ് ആയാൽ ഈ ഇൻസിഡൻറ്റ് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും പല രീതിയിൽ. ഒന്നാമത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഏതോ രീതിയിലുള്ള മാനസിക രോഗത്തിന് അഡിക്റ്റാണ്. ശ്രീഗീതയുടെ പരാതിയിൽ നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് ഓട്ടോ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ താൻ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ലെന്നാണ് ഓട്ടോ ഡ്രൈവറുടെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. വാർദ്ധക്യത്തിലെ സമ്മർദ്ദവും പിരിമുറുക്കവും മാറ്റാൻ ആഘോഷമായ ഒരു യാത്ര. പെരിയാറിലൂടെ നടത്തിയ ആ യാത്രയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പ്രഭാത കേരളം പോകുന്നത്. ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ സ്നേഹത്തണൽ എന്ന കൂട്ടായ്മയിലെ അംഗങ്ങൾ ആണിവർ. പെരിയാറിലെ വനഭംഗി കണ്ടാണ് യാത്ര. 52 പേരടങ്ങുന്നതാണ് സംഘം. കാഞ്ചിയാറിൽ നിന്നും പെരിയാർ ടൈഗർ റിസർവിന്റെ കാഴ്ചകൾ കണ്ടു. കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിര പൂവായി വിരിഞ്ഞു ഞാൻ. ആഗ്രഹിച്ചെത്തിയവരെ പെരിയാർ വനവും കൈവിട്ടില്ല. ആനയും മ്ലാവും കാട്ടുപോത്തുമൊക്കെയായി പെരിയാറും കാഴ്ചയുടെ വിരുന്നൊരുക്കി. തിരിച്ചെത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷം. മൃഗങ്ങളെയൊക്കെ ഒത്തിരി കണ്ടു. ആനയെ കണ്ടു, പിന്നെ കാട്ടുപോത്തിനെ കണ്ടു, പന്നിയെ കണ്ടു, മ്ലാവിനെ കണ്ടു. അങ്ങനെ മൃഗങ്ങളെ കുറേ കണ്ടു. പിന്നെ ആ സ്ഥലം എല്ലായിടവും ചുറ്റി ഒന്ന് കറങ്ങി കാണാനായിട്ടൊരു ഭാഗ്യമുണ്ടായി. യാത്രയെല്ലാം ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾ വന്നു. ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ വന്നു. ഞങ്ങളുടെ കൂടെ കുറച്ച് പ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. അവർ ഞങ്ങളെ വേണ്ട പോലെ സഹായിച്ച് സൽക്കരിച്ച് കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കണ്ട് ബോട്ടയിലൊക്കെ കയറി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ അതിനെ എൻജോയ് ചെയ്തു പോകുന്നു. സന്തോഷം, ഭയങ്കര സന്തോഷം. മാസങ്ങൾക്ക് മുമ്പ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വയോധികർ ഒത്തുചേർന്നിരുന്നു. അവരുടെ ആശങ്കകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കപ്പെട്ടിടത്ത് നിന്നാണ് സ്നേഹത്തണൽ എന്ന കൂട്ടായ്മ രൂപം കൊണ്ടത്. അംഗങ്ങളുടെ ആദ്യ വിനോദയാത്രയായിരുന്നു ഇത്. വളരെ സംതൃപ്തമായ ഒരു വാർദ്ധക്യം കൊടുക്കാൻ ഈ സമൂഹത്തിന് കടമയുണ്ടെന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഇത് പ്രാവർത്തികമാക്കാനും കഴിയുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒറ്റപ്പെട്ടുപോയവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഇടമായി മാറുകയാണ് സ്നേഹത്തണൽ. കുറേയധികം സ്വപ്നങ്ങളുമായി സ്നേഹത്തണലും അതിലെ അച്ഛനമ്മമാരും അവരുടെ യാത്ര തുടരുകയാണ്. ന്യൂസ് 18 ഇടുക്കി. മൊബൈൽ, ലാപ്ടോപ്പ് തുടങ്ങി വിവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി കൊച്ചിയിൽ മൈജിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. മേനക ജംഗ്ഷനിൽ തുടങ്ങിയ ഷോറൂം കൊച്ചി മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആപ്പിൾ ഉൾപ്പെടെ ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് വാച്ച്, ഇയർഫോൺ, സ്പീക്കർ, ക്യാമറ, ഹോം തിയേറ്റർ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഉള്ളത്. ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അതിവേഗ ഫിനാൻസ് സൗകര്യം, വിദഗ്ധ ടെക്നീഷ്യന്മാരാൽ റിപ്പയർ ചെയ്ത് നൽകുന്ന മൈജി കെയർ സർവീസുമടക്കം ഷോറൂമിൽ ലഭ്യമാണ്. ചടങ്ങിൽ മൈജിയുടെയും വിവിധ ബ്രാൻഡുകളുടെയും പ്രതിനിധികളും പങ്കെടുത്തു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ കൊല്ലം മെഡിട്രീനയുടെ 9ാം വാർഷിക ആഘോഷവും മെഡിട്രീന ഗ്രൂപ്പ് നൽകുന്ന പുരസ്കാരത്തിന്റെ വിതരണവും നടന്നു. വാർഷിക ആഘോഷം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ റിട്ടയർഡ് DMOയും കൊല്ലത്തെ സീനിയർ സർജനുമായ ഡോക്ടർ SR രാജഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ തോമസ് മാത്യു, ചീഫ്
ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വത്സല കുമാരി എന്നിവർക്ക് മെഡിട്രീന ഗ്രൂപ്പ് നൽകുന്ന വൈദ്യശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു. മികച്ച സാമൂഹ്യ സേവനത്തിന് മെഡിട്രീന നൽകുന്ന പുരസ്കാരത്തിന് ക്യാൻസർ റെമഡി അസിസ്റ്റൻസ് ബ്യൂറോ സെക്രട്ടറി സജി കരുണാകരൻ അർഹനായി. ചിനക്കത്തൂർ പൂരത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പാലക്കാട് ചിനക്കത്തൂരിൽ കൂത്തുമാടം കഥ പറഞ്ഞു തുടങ്ങി. ഇനിയുള്ള ദിനരാത്രങ്ങൾ ആഘോഷത്തിന്റെ രാവുകളാണ്. ഫെബ്രുവരി 24-നാണ് ചരിത്രപ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർ പൂരം. ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് ഒരുക്കം തുടങ്ങി. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ചിനക്കത്തൂർ കാവിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള തോൽപ്പാവക്കൂത്തിനും തുടക്കമായി. കൊടിയേറ്റം വരെയുള്ള ദിവസങ്ങളിൽ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറും. ഫെബ്രുവരി 24-നാണ് ചരിത്രപ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർ പൂരം. ഇനിയുള്ള രാവുകളിൽ ചിനക്കത്തൂരിലെ കൂത്തുമാടം ഉണർന്നിരിക്കും. 50 വർഷത്തെ കലാപാരമ്പര്യത്തിനുടമയായ സദാനന്ദ പുലവരാണ് ഈ വർഷവും കൂത്തുമാടത്തിന്റെ ചുമതല. ആദ്യ 7 ദിവസങ്ങൾ ദേശക്കൂത്തുകളും പിന്നീട് വഴിപാട് കൂത്തുകളുമാണ് നടക്കുക. രാമായണ കഥയിലെ കമ്പരാമായണം, സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് 17 രാവുകളിലായി കൂത്തിലൂടെ അവതരിപ്പിക്കുക. കൂത്തവതരണത്തിനുള്ള ക്ഷേത്ര ചടങ്ങുകളും ഏറെ ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിലെ മേലേക്കാവിൽ നിന്നും പകർന്നുകൊണ്ടുവരുന്ന ദീപം കൂത്തുമാടത്തിൽ തൂക്കിയിടുന്നതോടുകൂടി കൂത്തിന്റെ ചടങ്ങുകൾ തുടങ്ങും. മേലേക്കാവിലെ ശാന്തി സന്ധ്യാവേല കൊട്ടും. ഇതിനുശേഷം മാത്രമേ മേലേക്കാവിന് മുന്നിൽ തായമ്പക ആരംഭിക്കാറുള്ളൂ. പിന്നീട് കേളിയും മദ്ദളപ്പറ്റും കുഴൽപ്പറ്റും നടക്കും. വെളിച്ചപ്പാട് താഴേക്കാവിൽ ഉറഞ്ഞുതുള്ളി പറവാദ്യത്തിന്റെ അകമ്പടിയോടെ കാവിനെ പ്രദക്ഷിണം വയ്ക്കും. മേലേക്കാവിലെത്തുന്ന വെളിച്ചപ്പാടിനെ ശാന്തി ചെണ്ട കൊട്ടി സ്വീകരിക്കും. ഭഗവതിയുടെ തിരുനടയിൽ വെളിച്ചപ്പാട് നൃത്തം വെച്ച ശേഷമാണ് കൂത്തുമാടം കൊട്ടിക്കയറൽ ചടങ്ങ്. മേലേക്കാവിൽ നിന്നും നേരെ കൂത്തുമാടത്തിലെത്തുന്ന വെളിച്ചപ്പാട് മാടത്തിനെ ഒരു വലം വെക്കണമെന്നാണ് ആചാരം. പിന്നീട് മാടത്തിൽ അരിയെറിഞ്ഞ കൂത്തു തുടങ്ങാനുള്ള അനുവാദം നൽകും. ഒപ്പം മാടപ്പുലവർക്ക് കൽപ്പന നൽകും. ഇതിനുശേഷമാണ് മാടത്തിൽ ചെറിയ കേളിയും കുഴൽപ്പറ്റും നടക്കുക. തുടർന്ന് മാടച്ചിന്ത് പാടും. ഇതവസാനിക്കുന്നതോടുകൂടിയാണ് മാടത്തിനുള്ളിൽ വിളക്കുമാടത്തിൽ നിരത്തിവെക്കുന്ന 22 നാളികേര മുറികളിൽ തിരിനിരത്തുക. ഒന്നാം കൂത്ത് ദിവസം നടന്ന ഡബിൾ കമ്പം കത്തിക്കൽ കാണാൻ 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് 18 പട്ടാമ്പി. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യവുമായി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വയോധികയുടെ പരാതിയിൽ തുടർ നടപടിയുമായി റവന്യൂ വകുപ്പ്. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ആരോപണ വിധേയരായവരുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. സർവേ വിഭാഗം ഒരാഴ്ചയ്ക്കകം തഹസിൽദാർക്ക് റിപ്പോർട്ടും നൽകും. കലയന്താനെ സ്വദേശി അമ്മിണി അമ്മയാണ് പട്ടയത്തിനായി സമരം നടത്തി വന്നത്. തൊടുപുഴ കുറിച്ചിപ്പാടത്തെ കൈവശ ഭൂമി അയൽവാസി കയ്യേറിയെന്നും മതിൽ കെട്ടിയെന്നുമായിരുന്നു 75-കാരിയായ അമ്മിണിയുടെ പരാതി. 2021 ആലക്കോട് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം കൈവശമുള്ള 10 സെന്റ് ഭൂമിക്കും പട്ടയം ലഭിക്കണമെന്ന ആവശ്യവും അമ്മിണിയമ്മ ഉന്നയിച്ചു. പാത്തിക്കപ്പാറയിലെ തരിശുഭൂമി സമീപവാസികൾ കൈവശപ്പെടുത്തി പട്ടയം തരപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. അമ്മിണിയമ്മ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലമടക്കം 54 സെന്റ് തരിശുഭൂമി കണ്ടെത്തുന്നതിനായാണ് സർവേ നടത്തിയത്. 2 ഡെപ്യൂട്ടി തഹസീൽദാർമാരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് സ്ഥലത്ത് സർവേ നടത്തിയത്. ആ 2 കൂട്ടരുടെയും കൈവശവും ഒക്കെ അളന്നു തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ സർവേ കല്ലുകളെല്ലാം അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ആ സർവേ കല്ലുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ഈ പട്ട സ്കെച്ച് അതിലേക്ക് ചേർത്തിട്ട് അത് താലൂക്ക് ഓഫീസിൽ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പതിറ്റാണ്ടായുള്ള കൈവശ ഭൂമിയായതിനാൽ അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്നായിരുന്നു തഹസീൽദാർ റിപ്പോർട്ട് നൽകിയത്. സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയാണെന്ന വാദത്തിൽ അയൽവാസിയും ഉറച്ചു നിൽക്കുകയാണ്. ഭൂമിയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തഹസീൽദാർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് കൊല്ലം ശാസ്താംകോട്ടയിൽ KSRTC ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ളത്. കോർപ്പറേഷൻ ആവശ്യപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകിയിട്ടും ബസ് സ്റ്റാൻഡ് മാത്രം സ്ഥാപിച്ചില്ല. ഇക്കാര്യത്തിൽ നടപടി തേടി ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ടൗൺ വികസന സമിതി. കുന്നത്തൂർ താലൂക്ക് ആസ്ഥാനമായ ശാസ്താംകോട്ടയിൽ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ വേണമെന്ന ആവശ്യം ശക്തമാണ്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ടൗൺ വികസന സമിതി ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി.
ശാസ്താംകോട്ടയിൽ KSRTC ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം നടത്തിയപ്പോൾ ഡിപ്പോയായി ഉയർത്തിയെന്ന് പ്രഖ്യാപനം വന്നിരുന്നു. ഡിപ്പോയ്ക്കും ഗ്യാരേജിനും വേണ്ടി KSRTC ആവശ്യപ്പെട്ട കെട്ടിടങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളും MLAയും വ്യാപാരികളും ചേർന്ന് ഒരുക്കി നൽകിയിട്ടും ഒന്നും നടന്നില്ല. 2 ഏക്കറോളം വരുന്ന ഈ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ടൗണിലെ പഴയ ചന്തയാണ് ബസ് സ്റ്റാൻഡിനായി വിട്ടു നൽകിയത്. 14 വർഷമായി ബസ്സുകളൊന്നും ഇവിടേക്ക് വരാറില്ല. ഉദ്ഘാടന സമയത്തുണ്ടായിരുന്ന 8 ബസ്സുകളിൽ ഒന്നുപോലും ഇപ്പോഴില്ല. കരുനാഗപ്പള്ളിയിൽ നിന്നും സന്ധ്യ കഴിഞ്ഞാൽ അടൂർ, കൊട്ടാരക്കര മേഖലകളിലേക്ക് സർവീസുകളില്ല. മുൻപ് രാത്രി യഥാക്രമം 7:30-നും 8:30-നും 9:30-നും പടിഞ്ഞാറേക്കല്ലട തിരുവാറ്റ ക്ഷേത്രം, മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രം, കുന്നത്തൂർ തുടങ്ങിയ ഗ്രാമീണ മേഖലകളെ ബന്ധിപ്പിച്ചുള്ള സർവീസുകളുണ്ടായിരുന്നു. ശാസ്താംകോട്ട വഴി പോകുന്ന സർവീസുകളെങ്കിലും സ്റ്റാൻഡിൽ കയറാൻ നടപടി ഉണ്ടാകണമെന്നും നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ഉൾപ്പെടെയാണ് ആവശ്യം. ഇപ്പോൾ കഴിഞ്ഞ 10-16 വർഷമായി വെറുതെ കിടക്കുന്ന ഈ സ്ഥലങ്ങൾ KSRTC ഏറ്റെടുക്കുകയും ഇവിടെ ബസ് ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കുകയും വേണമെന്ന വാദം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത് ഭരണിക്കാവിൽ കൂടിയാണ് കൊല്ലം, തേനി, അതുപോലെ തന്നെ ഭരണിക്കാവ്, വണ്ടിപ്പെരിയാർ എന്നീ ദേശീയപാതകൾ കടന്നു പോകുന്നത്. ഈ കണ്ണങ്കാട്ട് പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ കൊല്ലം വണ്ടിപ്പെരിയാർ എന്ന നാമകരണം ചെയ്തുകൊണ്ട് പുതിയ ദേശീയപാതയും ഇതോടനുബന്ധിച്ചുണ്ടാകും. അപ്പോൾ മൺട്രോത്തുരത്തിൽ ആളുകൾക്ക് പോകുന്നതിനും അതുപോലെ തന്നെ കൊല്ലത്തേക്ക് പോകുന്നതിനും ഒക്കെ ഒരു എളുപ്പമാർഗം എന്നുള്ള രീതിയിൽ ഈ ശാസ്താംകോട്ട വഴി തന്നെ ഉപയോഗിക്കുവാൻ കഴിയും. പടിഞ്ഞാറേക്കല്ലട കണ്ണങ്കാട്ട് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയതിനാൽ കൊല്ലത്ത് നിന്നുള്ള കായംകുളം, ആലപ്പുഴ സർവീസുകൾ ശാസ്താംകോട്ട, ഭരണിക്കാവ്, ചക്കുവള്ളി വഴിയായാൽ ഏറെ കിലോമീറ്ററുകൾ ലാഭിക്കാം. ന്യൂസ് 18 ശാസ്താംകോട്ട. തിരുവനന്തപുരം കിളിയൂരിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. രാത്രിയുടെ മറവിലാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം. ഇതോടെ ജലാശയങ്ങൾ ഉൾപ്പെടെ മലിനമാവുകയാണ്. മാലിന്യ പ്രശ്നം ഗ്രാമജീവിതം ദുരിതപൂർണമാക്കുകയാണ്. നഗരത്തിലെ ഹോട്ടൽ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിൽ തള്ളിയിട്ട് മുങ്ങുന്നത് പതിവായി. ഈ റോഡിലും തോട്ടിലുമായിട്ട് ഈ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് തീർത്തും നമ്മുടെ ഈ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുവാൻ ഇടയാകും. ഇത് വീണ്ടും ഒരു വിളപ്പിൽശാലയായി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ റോഡും തോടും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി വേണ്ട ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചവർക്കെതിരെ നിയമ നടപടിയെടുക്കുകയും നമ്മുടെ ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ പഞ്ചായത്തും ബാക്കി അധികൃതരും വേണ്ട നടപടിയെടുക്കണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പതിവായതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കിളിയൂർ പൊന്നിടിഞ്ഞാങ്കാവ് റോഡിൽ മാലിന്യം തള്ളി. വെള്ളം ഇല്ലാത്തവർ വന്ന് ഇഷ്ടം പോലെ കുളിക്കും, മാങ്ങ പിടിക്കും, പല്ല് തയ്ക്കും. അങ്ങനെ 2-3 വീട്ടുകാർക്ക് കിണറും ഇല്ല, വെള്ളവും ഇല്ലാതെ അവർ ഇത് അലിയാണ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങ് താഴോട്ട് പോകണം. ഈ വെള്ളം ഉപയോഗിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, കുളിക്കുന്നവരും ധാരാളമുണ്ട്. ഇവിടെയാണ് മാലിന്യങ്ങൾ കൊണ്ട്, കുറേ മാലിന്യങ്ങൾ കൊണ്ട് ഈ തോടിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. ഇവിടെ ഈ ഏരിയയിലുള്ള മാത്രമല്ല, ഈ വെള്ളം ഒഴുകി പോകുന്ന എല്ലാവർക്കും പകർച്ചവ്യാധി ഉണ്ടാകും. കാരണം ഇപ്പോൾ പകർച്ചവ്യാധിയുടെ കാലമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാലിന്യം മാറ്റി തന്നേ പറ്റുള്ളൂ. നമ്മുടെ ഈ ജലസ്രോതസ്സിനെയും സംരക്ഷിക്കണം നമുക്ക്. തോടിന് സമീപം 30 അടി താഴ്ചയിലാണ് മാലിന്യം തള്ളിയത്. ഇതോടെ ജലസ്രോതസ്സും മലിനമായി. മാലിന്യ ചാക്കുകളിൽ നിന്നും ലഭിച്ച അഡ്രസ് തിരുവനന്തപുരം നഗരത്തിലുള്ള പല സ്ഥാപനങ്ങളുടേതുമാണെന്ന് കണ്ടെത്തി. മുമ്പേ കൊണ്ടിടുമായിരുന്നു കുറേയൊക്കെ വേസ്റ്റ്. അപ്പോൾ ഇത്രത്തോളം ഇല്ലായിരുന്നു, കുറേശ്ശെ വേസ്റ്റുകളൊക്കെ തന്നെ അപ്പോഴും കൊണ്ടിടുമായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നിറച്ചായത് കാരണം ഇപ്പം നല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുമായിട്ട് ഇവിടെ മൊത്തം കുറേ പിള്ളേർക്കെല്ലാം ആസ്മ രോഗങ്ങളൊക്കെ ഉള്ളതാണ്. വലിയവർക്കും അങ്ങനെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് പോയിട്ട് അല്ലാതെ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് തലങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുമ്പോൾ നഗരമാലിന്യങ്ങൾ വൻതോതിൽ ഇവിടെ തള്ളിമുങ്ങുന്നത് കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 പാറശാല. അന്യം നിന്നുപോയ നാടൻ വിനോദ പരിപാടിയായ സൈക്കിൾ യജ്ഞം വീണ്ടും നാട്ടിൻപുറത്തെത്തിയപ്പോൾ പുതുതലമുറയ്ക്ക് അത് വേറിട്ട കാഴ്ചയായി. തിരുവനന്തപുരം അവനമഞ്ചേരിയിലാണ് കർണാടകയിൽ നിന്നുള്ള നാടോടി സംഘത്തിന്റെ സൈക്കിൾ യജ്ഞം അരങ്ങേറിയത്. അന്യം നിന്നുപോയ നാടൻ വിനോദ പരിപാടിയായ സൈക്കിൾ യജ്ഞം വീണ്ടും നാട്ടിൻപുറത്തെത്തിയപ്പോൾ പുതുതലമുറയ്ക്ക് അത് വേറിട്ട കാഴ്ചയായി. തിരുവനന്തപുരം അവനമഞ്ചേരിയിലാണ് കർണാടകയിൽ നിന്നുള്ള നാടോടി സംഘത്തിന്റെ സൈക്കിൾ യജ്ഞം അരങ്ങേറിയത്. സാധാരണക്കാരന് ഉല്ലസിക്കാൻ മാർഗങ്ങളില്ലാത്ത കാലത്ത് സൈക്കിൾ യജ്ഞം കാഴ്ചകളുടെ മാമാങ്കമായിരുന്നു. പണ്ടുകാലത്ത് നാട്ടിൻപുറത്ത് യജ്ഞം എത്തിയാൽ അവിടുത്തെ കച്ചവടങ്ങൾ പൊടിപൊടിക്കും.
കോളാമ്പിയിൽ ഉയർന്നു പൊങ്ങുന്ന റെക്കോർഡ് ഗാനങ്ങളും ഡാൻസും തമാശയും അഭ്യാസങ്ങളും ഒക്കെയായി യജ്ഞം പുരോഗമിക്കുമ്പോൾ കയ്യടിക്കൊപ്പം കാണികൾ വാരിയെറിയുന്ന നാണയത്തുട്ടുകളാണ് ഇവരുടെ വരുമാനം. മൈതാനത്തിന്റെ നടുക്ക് കുത്തിനിർത്തുന്ന ഇരുമ്പ് പൈപ്പും കൂടാരം പോലെ അതിൽ വലിച്ചു കെട്ടുന്ന വർണ്ണത്തോരണങ്ങളും കുട്ടികൾക്ക് ഇതെല്ലാം അത്ഭുത കാഴ്ചയായപ്പോൾ പഴമക്കാരുടെ ഓർമ്മകൾ തങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് സഞ്ചരിച്ചു. കർണാടകയിൽ നിന്നുള്ള സംഘമാണ് ആറ്റിങ്ങലിൽ പരിപാടി അവതരിപ്പിച്ചത്. രാത്രി 7 മണി മുതൽ 10 മണി വരെ മാത്രമായിരുന്നു അഭ്യാസം. ഇതിനൊപ്പം ഡാൻസും കാണികളുടെ മനം കവർന്നു. പഴയകാല ഓർമ്മകൾ സമ്മാനിച്ചതിന് പലരും കൈയഴിഞ്ഞ് സഹായിച്ചാണ് മടങ്ങിയത്. എറണാകുളത്തെ കുട്ടമ്പുഴയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഒരുക്കണമെന്ന ആവശ്യം. ആദിവാസി കുടിയേറ്റ മേഖലകൾ ഉൾപ്പെടുന്ന മേഖലയാണിത്. വനവും പുഴകളും ആദിവാസി കോളനികളും ദുർഘട കാട്ടുപാതകളും നിറഞ്ഞതാണ് കുട്ടമ്പുഴ. 30,000 വരും ജനസംഖ്യ. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള ആശുപത്രി വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഗോത്രവിഭാഗക്കാരായ 5000-ഓളം പേർ താമസിക്കുന്ന ഇവിടെ ആകെയുള്ള ഒരു സർക്കാർ ആശുപത്രിയാണ് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം. ഒരുപാട് അകലേക്കൊക്കെ പോയി വരുമ്പോഴത്തേനും പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അതുപോലെ പ്രസവ കേസുകൾ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് കൂടുതൽ ഉപകാരമായിരിക്കും. ഉൾക്കാടുകളിലുള്ള 15ഓളം ആദിവാസി കുടികളിൽ 1300-ലധികം വീടുകളിലായി താമസിച്ചു വരുന്ന ആദിവാസികൾ അസുഖം വന്നാൽ 10-30 കിലോമീറ്റർ കൊടുംവനത്തിലൂടെ രോഗികളെയും കൊണ്ട് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തണം. 5 മണിക്ക് ശേഷം എത്തുന്ന രോഗികൾ ഇവിടെ നിന്ന് വീണ്ടും 20 കിലോമീറ്റർ യാത്ര ചെയ്ത് കോതമംഗലത്തുള്ള ഏതെങ്കിലും ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. മഴക്കാലമായാൽ ഇവർ അനുഭവിക്കുന്ന ദുരിതം വിവരിക്കാനാകില്ല. ഇവിടെ കിടത്തി ചികിത്സ വേണം. ഞാൻ എത്രയും വേഗം എന്നോട് കോതമംഗലത്തിന് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ കിടത്തി ചികിത്സ വേണം. അത്യാവശ്യമായിട്ടും വേണം. ഒരു ഡോക്ടറും വേണം. കാരണം ഇവിടെ എപ്പോഴും ആളും സീരിയസായ രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആശുപത്രിക്കായുള്ള ആവശ്യം ശക്തമായതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയെങ്കിലും നടപ്പിലായില്ല. കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജിമോൻ ഫ്രാൻസിസ് ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും കിടത്തി ചികിത്സ എന്ന കുട്ടമ്പുഴക്കാരുടെ ആവശ്യം അവഗണിക്കപ്പെടുകയാണ്. വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിർധരരായ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കിടത്തി ചികിത്സ കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എന്നാൽ കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ പറയുന്നത്. ഇതൊരു കിടത്തി ചികിത്സ ആശുപത്രിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ 10-35,000-ഓളം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി മാറും. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായി ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളൊരു ആദിവാസി സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ FSC ഒരു CHC ആക്കിയെങ്കിലും മാറ്റി ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്ന് ചികിത്സ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ന്യൂസ് 18 കോതമംഗലം. കാസർഗോഡ് വലിയ പറമ്പ് മാടക്കാൽ കടപ്പുറം നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ അനുവദിച്ച ബോട്ട് 8 മാസമായി പ്രവർത്തിക്കുന്നില്ല. ഓടിക്കാൻ ലൈസൻസ് ഉള്ളവർ ഇല്ലാത്തതാണ് ബോട്ട് നിശ്ചലമാകാൻ കാരണം. നാട്ടുകാരുടെ യാത്രാ ദുരിതം കണ്ടറിഞ്ഞ എം രാജഗോപാൽ MLA-യുടെ പ്രത്യേകം താൽപര്യത്തിലാണ് ഗ്രാൻഡ്മ എന്ന പേരിൽ ആധുനിക രീതിയിലുള്ള ബോട്ട് എത്തിച്ചത്. 15.5 ലക്ഷം രൂപ ചെലവിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബോട്ട് കൂടിയാണിത്. താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോട്ട് ഓടിക്കാൻ ലൈസൻസ് ഉള്ളവർ വേണമെന്ന നിബന്ധനയാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചത്. നാട്ടിലെ കടത്തുകാർ ലൈസൻസ് ഇല്ലാത്തതിനാൽ പുറത്തുനിന്നും വരുത്തിയാണ് ആദ്യ മാസം സർവീസ് നടത്തിയത്. എന്നാൽ ഡ്രൈവറുടെ ശമ്പളവും ഇന്ധനച്ചെലവും ബോട്ടിൽ നിന്നുള്ള വരുമാനവും തമ്മിൽ ഒത്തുപോകാതായതോടെ സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. അത് ഓട്ടാൻ ഒരു കുഴപ്പമില്ല. അത് ഓട്ടണമെങ്കിൽ ലൈസൻസിന്റെ ഡ്രൈവർ വേണം. ഇവിടെ ഈ വെലോറും പഞ്ചായത്തിൽ തന്നെ ആരുമില്ലാതെ നടക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ലൈസൻസിന്റെ ആൾ വന്നെങ്കിൽ കൊടുക്കും, ലൈസൻസ് ഇല്ലാത്തവർക്ക് കൊടുക്കൂല. സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ആശ്രയമായിരുന്ന ബോട്ട് കഴിഞ്ഞ മെയ്യിലാണ് പൂർണ്ണമായും സർവീസ് നിർത്തിയത്. മാസങ്ങളായി ഉപയോഗിക്കാതായതോടുകൂടി ബോട്ട് നാശത്തിന്റെ വക്കിലാണ്. ആവശ്യക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഓടുന്ന ഒരു കടത്തുതോണിയാണ് ഇപ്പോൾ പ്രധാന ആശ്രയം. ന്യൂസ് 18 വലിയ പറമ്പ്. അപ്പോൾ പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി സമഗ്രമായ ബജറ്റ് കവറേജിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ബജറ്റിന് മുന്നോടിയായി പ്രീ ബജറ്റ് ഷോ പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇനി KP അഭിലാഷ് ആ ഷോയുമായി എത്തും. നന്ദി, നമസ്കാരം.
ബജറ്റ്